നമ്മുടെ ഈ പാർലമെൻറ്റ് സെഷനിൽ വഖഫ് ഭേദഗതി ബിൽ 2024 ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി പരിശോധിച്ച് അംഗീകരിച്ച് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള വഖഫ് നിയമം തന്നെ വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിനും അതിൻ്റെ നിയന്ത്രണത്തിനുമൊക്കെ മതിയായിരിക്കെ തന്നെ പുതിയ വഖഫ് ഭേദഗതി കൊണ്ടുവന്നത് അങ്ങേയറ്റം ദുരൂഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം. വഖഫ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് വഖഫ് സ്വത്തുക്കളെ രാജ്യത്ത് 8.7 ലക്ഷം വഖഫ് സ്വത്തുക്കളിലായി 9.4 ലക്ഷം ഏക്കർ വഖഫ് ഭൂമി രാജ്യത്തുണ്ട്. ഈ വഖഫ് ഭൂമികളെ നിയമത്തിലൂടെ സ്വന്തമാക്കാനും അധീനപ്പെടുത്താനും കൈവശപ്പെടുത്താനുമുള്ള ഒരു കുൽസിത ശ്രമമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെ നേരത്തെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ എല്ലാ നിർദ്ദേശങ്ങളും തള്ളിക്കളയുകയും നിരാകരിക്കുകയും എന്നു മാത്രമല്ല ഒരു വേള അവരെ അതിൽ നിന്ന് പുറത്താക്കാൻ വരെ ശ്രമിക്കുകയും ചെയ്തു. ഈ രീതിയിൽ ഒരു ഭരണഘടനാ സ്ഥാപനമായ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ ജനാധിപത്യപരമായ അവരുടെ അവകാശം നിറവേറ്റാൻ പോലും അനുവദിക്കാതെ, പ്രതിപക്ഷ എംപിമാരെ അനുവദിക്കാതെ വളരെ ഭരണഘടനാ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഈ ഭേദഗതി ബില്ലിനെ അംഗീകരിച്ചത്. വളരെ അപകടകരമായ ഭേദഗതികളാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. അത് ഏറ്റവും അപകടകരമായ ചില കാര്യങ്ങൾ, അതിലൊന്ന് നിലവിൽ വഖഫ് സെൻട്രൽ കൗൺസിലും അതുപോലെ വഖഫ് ബോർഡുകളും നിയന്ത്രിക്കുന്നതിനും അത് ശ്രദ്ധിക്കുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനുമൊക്കെ ഉള്ള ആ സമിതികളിൽ, അതിൻ്റെ കൗൺസിലുകളിലും ബോർഡുകളിലും മുസ്ലിം പ്രതിനിധികൾ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് നിയമം. പക്ഷേ പുതിയ ഭേദഗതിയിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്താനുള്ള അവസരമൊരുക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ. വേഷത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ ഒക്കെ ആളുകളെ കൊല്ലുകയും കൂട്ടക്കൊല നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് മുസ്ലിങ്ങളുടെ പ്രത്യേകമായ അവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ അതിൻ്റെ വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന സമിതികളിൽ മുസ്ലിങ്ങളല്ലാത്തവരെ ഉൾക്കൊള്ളിക്കുന്നത് അങ്ങേയറ്റം ദുരൂഹമായ അപകടകരമായ ഒന്നാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരാൾ അയാളുടെ അധ്വാനത്തിൻ്റെ, അയാളുടെ സ്വത്തിൻ്റെ ഭാഗം വഖഫായി വെക്കുകയാണ്. ഇതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല. ആളുകൾ, വിശ്വാസികളായ ആളുകൾ അവരുടെ വിശ്വാസപരമായ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വഖഫ് വെക്കുന്നത്. അത് തീർത്തും മതപരമാണ്. മതപരമായ ഒരാളുടെ അവകാശത്തെയാണ്, അല്ലെങ്കിൽ അതിൽ പറയുന്നത് തന്നെ അത് മതപരവും വിശ്വാസപരവും ജീവകാരുണ്യ പ്രവർത്തനവുമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണോ വഖഫ് ചെയ്യുന്നത് ആ വഖഫ് സ്വത്ത് ആ വഖഫ് ചെയ്യുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ അത് നിർവഹിക്കാവൂ, അത് ഉപയോഗിക്കാവൂ. പക്ഷെ പുതിയ സാഹചര്യത്തിൽ നമുക്കറിയാം വഖഫിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ആളുകൾ, ഇപ്പോൾ തന്നെ സുരേഷ് ഗോപി പോലുള്ള ആളുകൾ പറഞ്ഞ സമീപനം വഖഫിനെ എന്തോ ഒരു ഭീകര സ്വത്തമായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതേക്കുറിച്ച് ധാരണയില്ലാതെ വഖഫ് എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ മതപരമായ വീക്ഷണത്തെക്കുറിച്ച് അറിവില്ലാതെ അത് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അപകടം വലുതായിരിക്കും. ഇത് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും RSSന്റെ സംഘപരിവാറിൻ്റെ അധീനതയിൽ വഖഫ് സ്വത്തുക്കളെ കൊണ്ടുവരിക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
ഈ വഖഫ് ഭേദഗതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപകടം എന്ന് പറയുന്നത് 5 വർഷം വിശ്വാസപരമായി വിശ്വാസം നിലനിർത്തുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇത് മോണിറ്റർ ചെയ്യാൻ ആര് മോണിറ്റർ ചെയ്യുമെന്നതിനെക്കുറിച്ച് നിലവിൽ യാതൊരു വ്യവസ്ഥയുമില്ല. അപ്പോൾ ഒരാൾക്ക് മുമ്പത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് പോലും വഖഫ് ചെയ്യാൻ അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കുന്നതെന്ന് മാത്രമല്ല, ഒരാൾ വിശ്വാസപരമായി 5 വർഷം അയാൾ വിശ്വാസം നിലനിർത്തുന്നു എന്ന് പറയുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ വഖഫ് ചെയ്യാവൂ എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അത് സാധ്യമല്ലാത്ത ഒന്നുമാണ്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു അപകടം, ഈ പുതിയ ബില്ലിലുള്ള അപകടം, ഈ ബില്ല് വഴി ഈ ഭേദഗതി ബില്ല് വഴി സംഭവിക്കാൻ പോകുന്നത് സോളിഡ് എവിഡൻസ് ഇല്ലാത്ത, രേഖകളില്ലാത്ത സ്വത്തുക്കളൊക്കെ ഗവൺമെൻറ് പിടിച്ചെടുക്കാമെന്നാണ്. നിലവിൽ നമ്മുടെ വഖഫ് ബോർഡുകളുടെ കീഴിൽ, സെൻട്രൽ വഖഫ് കൗൺസിലിന് കീഴിൽ ഒരുപാട് സ്വത്തുക്കൾ വാക്കാൽ വഖഫ് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ പഴയ കാലത്തൊന്നും ഇതുപോലുള്ള നിയമ സംവിധാനമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വാക്കാൽ എൻ്റെ എത്ര ഭൂമി അത് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും അത് വഖഫ് ബോർഡ് ഏറ്റെടുക്കുകയും അതിൻ്റെ മേൽ വഖഫ് ബോർഡ് നിയന്ത്രണമുണ്ട്. ഇനി അത്തരം സോളിഡ് ഡോക്യുമെന്റ്സ് ഇല്ലാത്ത അത്തരം ഭൂമികളെ ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ MLA-മാർ, MP-മാർ എന്ന പ്രതിനിധികൾ ആ MLA-മാരുടെ, മുസ്ലിം MLA-മാരുടെ നിന്നും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അതിൽ ആ കമ്മിറ്റിയിൽ അംഗമായിരിക്കണമെന്നാണ്. MP-മാരുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ഇനി അത് രണ്ടും ഉപേക്ഷിച്ച് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന് ജനാധിപത്യ സ്വഭാവം ഇല്ലാതാക്കുകയാണ്. അതുപോലെ തന്നെ നിലവിലുള്ള വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ അത് കലക്ടറിലേക്ക് ആ അധികാര കൈമാറ്റം നടത്തുകയാണ്. അപ്പം ഈ രീതിയിലൊക്കെ ഇതിൻ്റെ വളരെ സുതാര്യമായ, ജനാധിപത്യപരമായ, ഭരണഘടനാപരമായ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട് RSS-നും സംഘപരിവാരത്തിനും വഖഫ് ഭൂമികളുടെ പേരിൽ ആധിപത്യം പുലർത്താനും ആധിപത്യം ഉണ്ടാക്കാനും അത് കവർച്ച ചെയ്യാനുമുള്ള ഒരു നിയമമാണ് ഉണ്ടാക്കുന്നത്. ഫലത്തിൽ നിയമം വഴി ഭരണഘടനയെ തകിടം മറിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളെ, മതപരമായ ഒരാളുടെ റൈറ്റാണിത്, ആ റൈറ്റിനെയാണ് ഇല്ലാതാക്കുന്നത്. ഒരാൾ വഖഫ് ചെയ്ത സ്വത്ത് അതല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു അപകടം ഇതിൽ കാണുന്ന, നമ്മൾ ഇതിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും ഇതിൽ കാണുന്ന വളരെ അപകടകരമായൊരവസ്ഥ, ഈ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന പുതിയ ബോർഡുകളും കൗൺസിലുകളും അതിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നുവെച്ചാൽ മുഴുവൻ ആളുകൾ മുസ്ലിം ആയിരിക്കണം നിർബന്ധമില്ല, അപ്പോൾ ആരുമാവാം. അങ്ങനെ വരുമ്പോൾ ഈ വഖഫ് സ്വത്തുകളിലുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ അതിന് നടത്തിപ്പിൽ പോലും ഈ ബോർഡിനും കൗൺസിലിനുമൊക്കെ ചില അവകാശങ്ങളും അധികാരങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ മതപരമായ വിദ്യാഭ്യാസത്തിന്, ജീവകാരുണ്യമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇവർ കൂച്ചുവിലങ്ങിടുകയും അതിൽ കൈവെക്കുകയും ചെയ്യും. ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഭേദഗതികൾ ഈ മാസം 20 തീയതിയോട് കൂടി നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനൊരു ശക്തമായ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രക്ഷോഭം അനിവാര്യമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SDPI ദേശവ്യാപകമായി പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ, അത് ബീഹാറിലെ പാറ്റ്നയിലും അതുപോലെ ആന്ധ്രയിലും അടക്കമുള്ള മഹാസമ്മേളനങ്ങളും റാലികളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഈ മാസം 17-ാം തീയതി കൊല്ലത്തും 19-ാം തീയതി മലപ്പുറത്തും വഖഫ് സംരക്ഷണ മഹാറാലിയും വഖഫ് സംരക്ഷണ മഹാസമ്മേളനവും നടക്കാനിരിക്കുകയാണ്. ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ജനാധിപത്യപരമായ, ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന ഈ ബില്ലിനെതിരെ ജനകീയമായ പ്രതിഷേധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും അവകാശങ്ങൾ, ഈ നിലവിലുള്ള ഭരണഘടനാപരമായ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് SDPI ഇതിനെ കാണുന്നത്. ഈ വലിയ സമ്മേളനങ്ങൾ വലിയ ലക്ഷ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ മുന്നോട്ട് വെക്കേണ്ട, ഈ വിഷയത്തിൽ ജനാധിപത്യപരമായ സമരങ്ങൾ നിർവഹിക്കേണ്ട, ഗവൺമെന്റിന്റെ മുമ്പിൽ ഈ വിഷയം ശക്തമായി അവതരിപ്പിക്കേണ്ട പാർട്ടികളും സംഘടനകളും മൗനം പാലിക്കുന്നു എന്നുള്ളതും ഒരു അപകടമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ SDPI ബഹുജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള വിവിധ സംഘടനകൾ, ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരേണ്ട സംഘടനകളുടെ അണികളും അവരുടെ താല്പര്യമുള്ള ആളുകളുമൊക്കെ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവും
എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഴുവൻ ആളുകളെയും ജനാധിപത്യത്തിൽ താല്പര്യമുള്ള, ഭരണഘടനയിൽ താല്പര്യമുള്ള, ഈ ഭരണഘടന അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് താല്പര്യം മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് SDPI ഈ 2 മഹാസമ്മേളനങ്ങൾ നടത്തുന്നത്. മലപ്പുറത്തുള്ള സമ്മേളനത്തിൽ പ്രമുഖരായ ദേശീയ നേതാക്കന്മാർ തൗഖീർ റസാഖ് ഖാൻ ബലവി അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഒക്കെ 2 സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ ആളുകളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണ ഞങ്ങൾ തേടുകയാണ്, ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് ജനകീയമായി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയാണ് നഷ്ടപ്പെടുക. നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വവും ഒക്കെ അപകടപ്പെടുമ്പോൾ അത് ഫലമുണ്ടാവുന്ന ഒരവസ്ഥ നമ്മുടെ അഖണ്ഡതയാണ് നഷ്ടപ്പെടുക. ഇതിനെതിരെ എല്ലാ ആളുകളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറത്ത് കൊണ്ടോട്ടി റോഡിൽ MP ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് സമയം വൈകിട്ട് 4:30 മണിക്ക് മഹാറാലി ആരംഭിക്കും. MSP ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ സമാപിക്കുന്നത് 5:30 മണിയോടെ സമാപിക്കും റാലി. അതിനുശേഷം പൊതുസമ്മേളനം ആരംഭിക്കും. 19-നാണ് മലപ്പുറത്ത്, 17-ന് കൊല്ലത്തും. 2 മഹാസമ്മേളനങ്ങളും മഹാറാലികളുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ നിയമ ഭേദഗതിയുടെ ഒരു വലിയ പ്രത്യേകത, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഒരുപാട് വഖഫ് നിയമങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുന്നതിന്, അന്യാധീനപ്പെടുന്നതിന് തടയുന്നതിന് വേണ്ടിയായിരുന്നു. ഇത് കൃത്യമായും അന്യാധീനപ്പെടുത്തുന്നതിനും കയ്യേറ്റത്തിനും നിയമസാധുത നൽകാൻ വേണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും ശക്തമായി എതിർത്തു വരുന്നത്. വഖഫ് ഒരു മുസ്ലിം വിഷയമായിട്ട് പറയാറുണ്ട്. മുസ്ലിം വിശ്വാസികളിൽ നിന്നാണ്, ഇസ്ലാമിക വിശ്വാസികളിൽ നിന്നാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താക്കൾ സമൂഹത്തിലെ മൊത്തം ആളുകളാണ്. ജീവകാരുണ്യപരമായ, അതേക്കുറിച്ചുള്ളൊരു മനുഷ്യരടക്കമുള്ള, സഹജീവികളടക്കമുള്ള പച്ചക്കരളുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ പൊതുകാര്യങ്ങൾ, വെറും മതപരമായ കാര്യമല്ല, സത്രങ്ങൾ, പിന്നെ യാത്രക്കാർക്കുള്ള സത്രങ്ങൾ, അതുപോലെ ജലസേചന സൗകര്യം, വൈദ്യുതി സംഭരണ വിതരണ സംവിധാനം, പൊതുഗതാഗതം, ഇങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗത്തിനും പ്രയോജനപ്പെടുന്നു. ഇതിനെ മൊത്തം നശിപ്പിക്കുക എന്ന സംഘപരിവാർ സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് അജണ്ടയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾക്കും രാജ്യത്തിൻ്റെ വൈവിധ്യവും രാജ്യത്തിൻ്റെ ബഹുസ്വരതയും ഒക്കെ തകർത്ത് കളയുന്നതാണ് ഈ നിയമം. വളരെ തിരക്ക് പിടിച്ച്, വളരെ ജനാധിപത്യത്തെയും ജനാധിപത്യ മൂല്യങ്ങളെ, ഭരണഘടനാ മൂല്യങ്ങളെയൊക്കെ തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് ചുട്ടെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മഹാസംരംഭം, രാജ്യത്ത് എല്ലാ വിഭാഗത്തിനും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാസംരംഭത്തെ തകർത്ത് കളയാനുള്ള സംഘപരിവാര അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ഈ സംരംഭത്തിന്. ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലല്ലോ. ഓക്കെ, താങ്ക് യു.